സുഗ്രീവൻ കൊടുത്ത ആ ആഭരണങ്ങൾ പൊതിഞ്ഞ ആ പൊതി അങ്ങോട്ട് തുറന്നതും ശ്രീരാമദേവൻ ആകെ അങ്ങോട്ട് സീതയെ ഓർത്തിട്ട് കരയാനും, ജാനകീദേവി സീതയെ എൻ്റെ പ്രിയെ നീ ഇപ്പം എവിടെയാണ് എന്നും പറഞ്ഞ് ആഭരണത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്കും സീതയെ പിരിയേണ്ടി വന്നുല്ലോ എന്നും പറഞ്ഞ് ആകെ കരച്ചിലും ദീർഘനിശ്വാസമിടലും ആയപ്പോൾ ലക്ഷ്മണനും സുഗ്രീവനും മാറി മാറി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അങ്ങനെ ഇരുത്തി. ആ സമയത്ത് ഹനുമാൻ വേഗം അഗ്നി ജ്വലിപ്പിച്ചിട്ട് ഈ ശ്രീരാമദേവനെയും സുഗ്രീവനെയും കൊണ്ട് സഖ്യം ചെയ്യിപ്പിച്ചു, പരസ്പരം തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ സുഗ്രീവൻ ശ്രീരാമദേവനോട് തനിക്ക് ബാല്യമായിട്ടുണ്ടായ ശത്രുതയ്ക്ക് കാരണം പറയാണ്. മായാവി എന്നൊരു അസുരൻ മയൻ്റെ മകനാണ്, തന്നെ ജയിക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ഗർവിൽ അങ്ങോട്ട് വന്നിട്ട് ബാലിയോട് യുദ്ധത്തിന് വിളിച്ചു. ബാലിയാണെങ്കിൽ കണക്കിന് അവനെ പ്രഹരിച്ച് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അവനൊരു ഗുഹയിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. പിന്നാലെ ബാലിയും പോയി, അതിൻ്റെ പിന്നാലെ ഞാനും പോയി. ആ ഗുഹദ്വാരത്തിലെത്തിയപ്പോൾ ബാലി എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഗുഹയുടെ ഉള്ളിൽ നിന്ന് പാലാണ് വരണേന്നുണ്ടെങ്കിൽ അസുരൻ മരിച്ചു എന്നർത്ഥം, നേരെ മറിച്ച് ചോരയാണ് വരണേന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം. വേഗം ഗുഹ കല്ലോണ്ട് അടച്ചിട്ട് നീ രാജ്യത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കുറേ ദിവസം അവിടെ കാത്തിന്ന് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല. പെട്ടെന്ന് ഇതായ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ചോര വന്നു. അയ്യോ, സഹോദരൻ മരിച്ചുല്ലോ എന്ന് വിചാരിച്ച് സഹോദരൻ പറഞ്ഞ പ്രകാരം ഗുഹ അടച്ചിട്ട് ഞാൻ രാജ്യത്തേക്ക് വന്നു. രാജ്യം അനാഥ അവിടെ നിന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ എന്നെ രാജാവാക്കി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ബാലി ഇതാ പെട്ടെന്ന് വരുന്നു. ആ ഗുഹ അടച്ചത് ബാലിയെ കൊല്ലാനാണ് തെറ്റിദ്ധരിച്ച് എന്നെ കൊല്ലാനായിട്ട് ഓടി അങ്ങോട്ട് വരുന്നു. ഞാൻ അവിടുന്ന് ബാലിയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ ഋഷ്യമുഖാചലത്തിൽ വന്നിരിക്കുകയാണ്. പർവ്വതത്തിൽ വന്നാൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ച് പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ബാലിക്ക് കയറാൻ പറ്റില്ല. ആ കിടക്കണതില്ലേ, അതാണ് ആ ദുന്ദുഭിയുടെ തല, പർവ്വതം പോലെ കിടക്കണില്ലേ. അതിനെ ആർക്കാണ് എടുത്തെറിയാൻ പറ്റുക വെച്ചാൽ അവന് ബാലിയെ വധിക്കാൻ പറ്റുന്നതാണ്. ശ്രീരാമദേവൻ ചിരിച്ചിട്ട് തൻ്റെ കാലിൻ്റെ പെരുവിരലുകൊണ്ട് ഒറ്റ തട്ട് 10 യോജന അപ്പുറത്തുണ്ട്. സുഗ്രീവന് സന്തോഷമായി. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ദേ 7 സാലവൃക്ഷങ്ങൾ നിൽക്കണില്ലേ, അത് 7ഉം ഒറ്റ അമ്പോണ്ട് ആർക്കാണ് ചെയ്യാൻ പറ്റുക? അവൻ നിശ്ചയമായിട്ടും ബാലിയെ വധിക്കും. ശ്രീരാമദേവൻ തൻ്റെ വില്ല് അങ്ങോട്ട് എടുത്ത് കൊലച്ച് ഒറ്റ അമ്പ ചെയ്തു. 7 സാലവൃക്ഷങ്ങളും പർവ്വതവും സമുദ്രവും എല്ലാം കടന്ന് തിരിച്ച് ആവനാഴിയിൽ തന്നെ അത് വന്ന് വീണു. ഇത് അങ്ങോട്ട് കണ്ടതും സുഗ്രീവന് സന്തോഷമായിട്ട് ശ്രീരാമദേവനെ അങ്ങോട്ട് സ്തുതിച്ച് വാഴ്ത്തിയിട്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതുമിനിയടോ, ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4വരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി, യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം.